ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. അൽഹംദുലില്ലാ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ദിവസമാണ്, ഒരു സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസത്തിലേക്ക് ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളും കൂടെ ഉണ്ടാവണം, കാരണം എനിക്ക് പറയാനും കാണിക്കാനായിട്ടുന്ന ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ആദ്യത്തെ വിശേഷം പറഞ്ഞെങ്കിൽ അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ ആറ്റക്കും ബബ്ലൂട്ടിക്കും 8 വയസ്സാവാൻ പോവുകയാണ്. അൽഹംദുലില്ലാ ഇന്ന് അവരെ ബർത്ത്ഡേ ദിവസമാണ്. 8 വർഷം എന്ന് പറയുമ്പോൾ എങ്ങനെ പോയത് എന്നുള്ളത് അറിയണം തന്നെ കേട്ടോ. പക്ഷേ എങ്ങനെ പോയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമായി പോവും. കാരണം നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് 8 വർഷം. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, അവർ 3 പേരും ആറ്റയും ബബ്ലുവും ട്വിൻസാണ്. ആറ്റയുടെയും ബബ്ലുവിൻ്റെയും 11 മാസത്തെ വ്യത്യാസമാണ് ലിനുട്ടൻ. അതുകൊണ്ട് ട്രിപ്പിൾസ് പോലെ തന്നെയാണ് അവർ പഠിക്കുന്നത് ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ തന്നെയാണ്. 3ാം ക്ലാസ്സിലാണ്, ഇതുവരെ 2ാം ക്ലാസ്സിലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ 3ാം ക്ലാസ്സിലായി. അപ്പോൾ ഈ ഒരു 8 വർഷം അവരെ കൂടെയുള്ള ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറേ നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ. 3 പേരെ ഒരേപോലെ നോക്കി ഇതുവരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിഞ്ഞതല്ലേ. അതുപോലെ തന്നെ രാവിലെ അവരെ സ്കൂളിലേക്ക് വിടലാണെങ്കിലും അവരുടേതായ ഓരോ കാര്യങ്ങൾ നോക്കുകയാണെച്ചാലും പഠിപ്പിക്കലാണെച്ചാലും എല്ലാം വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അവരെ 3 പേരെയും കൂടി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ 3 അല്ല 4 ഫിനൂട്ടൻ കുറച്ച് വലുതായില്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ അവൻ്റെ കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാനൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ എങ്കിൽ 6:30 ഫിനൂട്ടൻ ഇപ്പോൾ സ്കൂളിലേക്ക് പോകണം കേട്ടോ. അവനിപ്പോൾ +1 തന്നെ രാവിലെ 6:30 പോവും. പിന്നെ കുറേ പേര് ഫിനൂട്ടൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻ 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി എവിടെയാണ് പോകണത് എന്നൊക്കെ. ഓൻ 10ാം ക്ലാസ് വരെ ഐഡിയലിലായിരുന്നു, കടകശ്ശേരി ഐഡിയലിൽ. ഇപ്പോൾ +1 അവിടെ തന്നെ തുടർന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇന്ന് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാം. ഈ വർഷം ഞാൻ ആദ്യമായിട്ട് പോലെ പറഞ്ഞേക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ അന്ന്. കാരണം നമ്മൾ ഖത്തറിലായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ആയിരുന്നപ്പോഴും മക്കളും ഉമ്മയും കൂടി ഇവിടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉമ്മയായിരുന്നു ഈ ഒരു മാസക്കാലം അവരെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ 3ാം ക്ലാസ്സിലേക്ക് ഞാൻ ആദ്യമായിട്ട് വിടുന്ന ഒരു ദിവസം കൂടിയാണ്. ഇത്തവണ പോലെ പോക്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. കാരണം ഇതുവരെ നാട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോയിരുന്ന പോലെ അല്ല 3ാം ക്ലാസ്സിലേക്കുള്ള പോലെ പോക്ക്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും രാവിലെ ഇതാ റെഡിയായി, അല്ല ഞാൻ എണീറ്റ് റെഡിയായി എന്നല്ല, ഞാൻ എണീറ്റ് രാവിലെ ഇതാ ചായ പരിപാടിയൊക്കെ നോക്കുകയാണ്. ഞാൻ നല്ല മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിക്കൊക്കെ. പക്ഷേ എനിക്ക് അത് അധികം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതവിടെ മാറ്റി വെച്ചിട്ട് ബട്ടൂരയുടെ ഇതുണ്ടായിരുന്നു, പാക്ക് ഉണ്ടായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ചിക്കൻ കറി വെച്ചതിൻ്റെ ബാലൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ചിക്കൻ കറി തന്നെയാണ് ഇന്ന് കൊടുത്തു വിടാനും പോകുന്നത്. അപ്പോൾ അതിലേക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം, നമുക്ക് ബട്ടൂര ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ എന്തായാലും രാവിലത്തെ ഒരുക്കങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കണം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് രാവിലെ വിശേഷങ്ങളൊന്നും കാണിക്കില്ല. കാരണം ഞാൻ കൂടുതൽ സമയം ക്യാമറ ഓണാക്കി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നിൽക്കുമ്പോൾ നമുക്ക് ടൈം പോകണത് അറിയില്ല. രാവിലെ 6:30 ആകുമ്പോഴത്തേന് ഫിനൂട്ടന് റെഡിയായി ഒക്കെ പോവാനുള്ള ലെവലിൽ എത്തണം. അവനക്ക് അപ്പോൾ അതിന് ചോറും കറി ആവണം, കഴിക്കാനുള്ള ഫുഡ് ആവണം, അതിൻ്റെ കൂടെ മക്കളെ 3 ഉണർത്തണം, അവരെ റെഡിയാക്കണം, നോക്കണം. അങ്ങനെ രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെട്ടോട്ട പരിപാടി തന്നെയാണ് കേട്ടോ. അത് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് അടുക്കളയിൽ കയറുന്നതാണ്. അപ്പോൾ നിസ്കാരം കയറി കഴിഞ്ഞിട്ട് ഒരു 5:45 6 മണി ടൈം ആകുമ്പോൾ ഫിനൂട്ടനെ വിളിക്കും. അപ്പോൾ ഫിനൂട്ടൻ കുളിച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വരുമ്പോഴത്തേന് ഓനക്കുള്ള ചായയും കടിയൊക്കെ റെഡിയാക്കി കൊടുത്ത് അതിൻ്റെ ശേഷം പിന്നെ മക്കളെ വിളിക്കാൻ പോവാണ് ചെയ്യട്ടാ. ഫിനൂട്ടൻ്റെ ചായ കുടി കഴിയുന്ന സമയമാകുമ്പോഴത്തേന് മക്കളെ വിളിച്ചിട്ടുണ്ടെങ്കിലാണ് മക്കൾക്ക് സത്യം പറഞ്ഞാൽ 8:20 ആവും വണ്ടി വരണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരു 8:15 ആകുമ്പോഴേക്കും അവരെ ചായ കുടി ഒന്ന് കഴിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓലെ ഞാൻ ഒരു 6:15 ആകുമ്പോഴത്തേനെങ്കിലും വിളിക്കണം. എന്നാലേ 8:15 ആകുമ്പോഴത്തേന് ഓല ചായ കൂടി കഴിയുള്ളൂ. ഇവിടെ ഫുഡ് ഉണ്ടാക്കാനോ അത് വെച്ച് കൊടുക്കാനോ ഒന്നുമല്ല പണി. ഓരതൊന്ന് കഴിച്ച് എണീറ്റ് കിട്ടാനാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുക. ലീനൂട്ടം വലിയ കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾക്ക് ആറ്റയും ബബ്ബിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ കുറേ ടൈം ഫുഡ് കഴിക്കാനായിട്ട് അവർക്ക് വേണം. പിന്നെ എന്താ പറയുക, തട്ടിമുട്ടി ഓരോ വർത്തമാനങ്ങളായിട്ട് ഈ ഒരു നേരത്തിൻ്റെ ഇടയിലേക്ക് ഒരു 100 കൂട്ടം സംശയങ്ങൾ ചോദിക്കലും പറച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓലൊന്ന് മാറ്റി ഇറങ്ങി എടുക്കുമ്പോഴത്തേനുണ്ടല്ലോ ചില്ലറ പണിയൊന്നാവില്ല. ഇന്ന് മാഷാ അല്ലാഹ് ബർത്ത്ഡേ ദിവസം ആയതുകൊണ്ടാണ് തോന്നുന്നത് ഒറ്റ വിളിക്കന്നെ അതിൻ്റെ ഒരു പൊലിവിൽ ഒരു നീറ്റിട്ടാ. അതേലോ ഹാപ്പി ബർത്ത്ഡേ, അതേപോലെ ഹാപ്പി ബർത്ത്ഡേ ശുദ്ധമണിയോളെ. മാഷാ അല്ലാഹ് എൻ്റെ കുട്ടികൾക്ക് ഇന്ന് 8ാമത്തെ ബർത്ത്ഡേ ആണ്. 8 വയസ്സായിക്കാണ്. മാഷാ അല്ലാഹ്. അതുള്ള പടച്ചോനേന്ന് പറഞ്ഞിട്ട് നീറ്റ് കുളിച്ച് വേഗം സുബയൊക്കെ നിസ്കരിച്ചാണ് നല്ല കുട്ടികളായിട്ട് ട്ടാ. ഇന്നോട്ടാ ഷൊട്ടാപ്പി ഇന്നോട്ടാ നീക്ക് സ്കൂളിലേക്ക് പോവണ്ടേ നീക്ക് 8 മണിയെ.
അങ്ങനെ ഫിനൂട്ടിനെ സ്കൂളിൽ വിട്ട് ഇനി ഇതാ 3 കുട്ടിപ്പട്ടാളങ്ങളെയാണ് അടുത്ത് റെഡിയാക്കാനുള്ളത്. അപ്പോൾ 3 കുളിയും ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലിനൂട്ടനെ ഇന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരാൻ കുറച്ച് ടൈം എടുത്തേക്കണം. നേരെ മറിച്ച് ആറ്റും ബബിലും ഇന്ന് ബർത്ത്ഡേ ദിവസമായതുകൊണ്ടാണ് തോന്നുന്നത് എന്തെന്നില്ലാത്ത ആവേശത്തിലാണ് എന്നിട്ടാ. പ്രത്യേകിച്ച് ഇന്ന് കളർ ഡ്രസ്സ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലോ ബർത്ത്ഡേ ദിവസം സ്കൂളിൽ പോവുക. അപ്പോൾ അവർക്ക് ഉണ്ടാക്കുന്ന യൂണിഫോം ഇടണ്ട, ലിനൂട്ടന് മാത്രം ഒന്ന് യൂണിഫോം ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെയൊക്കെ വർത്താനം പറഞ്ഞത് അങ്ങനെ പോവുകയാണ്. കൂടെ സ്കൂൾക്ക് ഇന്ന് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ പുറമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മക്കൾ സ്കൂളിട്ട് വരുമ്പോഴത്തേന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരൊരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു ബർത്ത്ഡേ ആയിരിക്കും അൽഹംദുലില്ലാ ഈ ഒരു തവണത്തെ ബർത്ത്ഡേ എന്നുള്ളത് ആണ് അതിൻ്റെ ഈ ഒരു ദിവസത്തെ പ്രത്യേകത. പക്ഷേ അവർക്ക് ഒരു ക്ലൂവും കൊടുത്തിട്ടില്ല. വൈകിട്ട് അവർ സ്കൂൾ കഴിഞ്ഞ് വരുന്ന നേരമാകുമ്പോഴത്തേന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു അടിപൊളി ബർത്ത്ഡേ പാർട്ടി ഒരുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ അന്ന് ആ ഒരു സമയത്ത് അവർക്ക് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓലൊന്നും ഇതൊന്നും അറിയിക്കാത്ത രീതിയിൽ സ്കൂളിലേക്ക് ഒരു ചോക്ലേറ്റും അതുപോലെ പുതിയ ഡ്രസ്സും ഇട്ടിട്ട് സ്കൂൾക്ക് പറഞ്ഞേക്കാന്നുള്ള ലെവലിലേക്ക് ഒരുക്കി വിടുകയാണ് കേട്ടോ. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ടോപ്പായിട്ട് മുടിയൊക്കെ കെട്ടി സൂപ്പറായിട്ട് സുന്ദരികളായിട്ട് പോകണം സ്കൂൾക്ക്. ഞാൻ നോക്കി ഓരൊക്കെ 2 കഴിച്ചപ്പിച്ച് 3 കഴിക്കണ്ടേ? ഓല് 2 കഴിച്ച് വെച്ച് 3 ഇജ്ജ് 2 കഴിച്ചാ ഒരു 1 അങ്ങനെയാണ് കഴിച്ചൂടെ? എന്തേ ഓർക്കണ്ട് ശരിയായിട്ടില്ലേ? ഇന്ന് ഇവിടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് നല്ല പൊലിവിലാണ്. അപ്പം ഇനി അടുത്ത പരിപാടി ഇതാ വരെ 3 ലഞ്ച് ബോക്സ് റെഡിയാക്കലാണ് കേട്ടോ. ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സ് ഇവിടെ ഒരു വലിയ സംഭവമാണ്. കാരണം വലിയൊരു ബക്കറ്റ് അല്ലെങ്കിൽ വലിയൊരു പാത്രം നിറച്ച അവരുടെ ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ പാടിയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. വാഷ് ചെയ്യാനും ഒരു സംഖ്യക്കാണ്. കഴിഞ്ഞ തവണ വാസറുള്ള പാത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാനത് മാറ്റി. കാരണം വാസറും കൂടിയുള്ള പാത്രങ്ങളാവുമ്പോൾ അതെല്ലാം ഊരി ക്ലീൻ ചെയ്ത് ഇവരെ 3-4 ആൾക്കാരെ പാത്രം എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഒരു സമയം മോറാൻ തന്നെ അത്യാവശ്യത്തിൽ അപ്പുറം ഉണ്ടാവും കേട്ടോ. കറി പാത്രങ്ങളും സ്നാക്സ് ബോക്സും പിന്നെ അതുപോലെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം കൂടി ആകുമ്പോൾ അറിയാലോ ഒരു മുറത്തിനുണ്ടാവും സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ വേറെ പാത്രങ്ങളാണ് ആക്കിയിട്ടുള്ളത്. എന്നാലും ഇതിനുണ്ട് അത്യാവശ്യമായിട്ട് ഉള്ളത്. പക്ഷെ കഴിഞ്ഞ തവണ ഉള്ള പാത്രങ്ങൾക്ക് ഇതിലേക്കും തോനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ ഇതാ ഓൽക്കുള്ള സ്നാക്സും ഫുഡും ഒക്കെ റെഡിയാക്കി ഇനി ഇതാ ഓരോ സ്കൂൾക്ക് വിടാനുള്ള ഒരുക്കാണ് കേട്ടോ. ഈ വർഷത്തിൽ ഞാൻ ഓലെ ആദ്യമായിട്ട് പറഞ്ഞേക്കണ ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് നല്ല തപ്പിപ്പഴുണ്ട് കേട്ടോ. കാരണം ഇതിൽ ആരെ സ്നാക്സ് ബോക്സ് ആണിത്, ആരെ ലഞ്ച് ബോക്സ് ആണിത്, ആരെ കിറ്റാണിത് എന്നൊക്കെ ഓരോട് സംശയം ചോദിച്ചിട്ട് ആക്കിയിട്ടാണ് തീർക്കണത്. ഇമ്മ എപ്പോഴും പറയലുണ്ട് ഇജ്ജ് നാട്ടിലുണ്ടാവുമ്പോൾ എൻ്റെ മക്കൾക്ക് വേറൊരു സ്വഭാവം, ഞാൻ ഉണ്ടാകുമ്പോൾ വേറൊരു സ്വഭാവമാണെന്ന്. കാരണം ഇമ്മ ഉണ്ടാവുമ്പോൾ ഓലൊരു കാര്യങ്ങളും പിന്നെ ഓല് ഉമ്മാനെ ബുദ്ധിമുട്ടിക്കൂല. ഉമ്മയാണ് ഓലെ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓലെന്നെ എത്ര ചെയ്യലൊക്കെ ലഞ്ച് ബോക്സ് ആക്കലാണെച്ചാലും അങ്ങനത്തെ. അപ്പൊ ഉമ്മ ഞാൻ ഒരിക്കൽ കഴിഞ്ഞ തവണ ഉമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓലോടെ തന്നെ ഒരിക്കൽ ചോദിച്ചു നിങ്ങൾ എന്താടി ഞാൻ ഉണ്ടാകുമ്പോൾ മാത്രമൊക്കെ നേരം വൈകിപ്പിക്കണ്. കാരണം ഇവിടെ അടുത്തുള്ളവരെന്നെ പറയേ ഉമ്മ പറഞ്ഞയക്കുമ്പോൾ മക്കള് ബസ് കാത്തു നിൽക്കണം, ഇജ്ജ് പറഞ്ഞേക്കണ സമയത്ത് ബസ് മക്കളെ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞ പോലെ അത്രയും വ്യത്യാസമാണെന്ന്. ഉമ്മ ഉണ്ടാകുമ്പോൾ ഓല് ഉമ്മ പണിയെടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഓലെന്നെ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുമെന്നാണ് പറയണത്. അപ്പോൾ ഒരു ദിവസം ഞാനും കിച്ചു കൂടി ചോദിച്ചു, കിച്ചു എന്നോട് പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇൻ്റെ പെണ്ണുങ്ങളെ മാത്രം നിങ്ങൾ പണിയെടുപ്പിക്കണേ, പിന്നെ നിങ്ങൾ ഉമ്മ ഉണ്ടാവുമ്പോൾ നിങ്ങൾ അധികം ഒന്നും പ്രശ്നം ഉണ്ടാക്കൂല എന്നല്ല കേട്ടത് എന്നൊക്കെ. അപ്പോൾ ഇവർ പറയും ഞങ്ങളമ്മയ്ക്ക് പ്രായമായതല്ലേ, ഉമ്മച്ചിക്ക് പ്രായമായിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ പറയും എന്നാലും വേണ്ടില്ല, കണ്ടറിവുണ്ടല്ലോ എൻ്റെ ഉമ്മാനെ പണിയെടുപ്പിക്കാണ്ട് നിങ്ങൾ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള മനസ്സുണ്ടല്ലോ നിങ്ങൾക്ക്, അതന്നെ അൽഹംദുലില്ലാ ഭാഗ്യമെന്ന്. അങ്ങനെ എന്തായാലും ഇന്നിപ്പോൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും ആരത്തെ ഇത് കിറ്റ് ആരതാണ്, ആരതൊക്കെ ഇത് ബോക്സ് ആരതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് തരിക കേട്ടോ. നാളെ മുതൽ ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഓല് പറയണത്. ഉമ്മച്ചി വന്നതിന്റെ ആദ്യത്തെ ദിവസം ഉമ്മച്ചി വന്നിട്ട് ആദ്യത്തെ ദിവസം നമ്മൾ സ്കൂൾക്ക് വന്നു. ലേറ്റ് ആവോ അത് ലേറ്റ് ആവുമ്പോ ലേറ്റ് ആയിട്ടില്ല, കയ്യിലിരിപ്പ് പോലെ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞത് എല്ലാം പെറുക്കി ടേബിളിൽ കൊണ്ടുപോയി വെച്ച് ഇനി ഓരോ മുടി കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒന്ന് ഇറക്കി വിടണം. അപ്പോത്തിന് നമ്മളൊന്ന് വേർക്കും. സത്യം പറഞ്ഞാൽ മോർണിംഗ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതിൽക്കും വലിയൊരു എക്സസൈസ് എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞേട്ടാ. ഇതൊക്കെ കഴിഞ്ഞ് അവരെ പറഞ്ഞാക്കി കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഇതിൻ്റെ ഉള്ളിൽ പിന്നെ വേറൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇവിടെ അവർ സ്കൂളിട്ട് വന്ന് രാവിലത്തെ ടൈം ആകുമ്പോഴത്തേനും ഇവിടെ ഒരു കാളൂട്ടേണ്ട പോലെ ആക്കിയിട്ടുണ്ടാവും. ബെഡാണെന്നുണ്ടെങ്കിലും ടോയ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ. പിന്നെ അതൊക്കെ ഒന്ന് ഇറക്കി പെറുക്കി ഒന്ന് ലെവലാക്കി വീടാക്കി എടുക്കുമ്പോഴത്തേന് വീണ്ടും പിറ്റത്തെ നേരത്തെ അവർ വരാറാവും. അതിൻ്റെ കൂടെ നമ്മളെ
വെബ് സീരീസിൻ്റെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള ദിവസം കൂടിയാണ് വെച്ചാൽ പിന്നെ പറയും വേണ്ട. അങ്ങനെ ഖത്തറിൽ പോകുമ്പോൾ മാത്രമാണ് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാനും അതുപോലെ ഒന്ന് റെസ്റ്റ് എടുക്കാനും സമയം കിട്ടാറിട്ട. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ മതി. അല്ല രണ്ടാളും കൂടി അതിന്റെ പുറത്ത് കയറില്ലേ? നടക്കേ പോവാം. അങ്ങനെ ഇതാ മൂന്നാൾ റെഡിയായി സിറ്റ് ഔട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവരെ കാറിൽ മെയിൻ റോഡിൻ്റെ അവിടെ കൊണ്ടുവിടണം സ്കൂൾ ബസ് വരാൻ വേണ്ടിയിട്ടുള്ള സമയമാകുമ്പോഴത്തേന്. ഇപ്പോൾ തൊട്ട് മുന്നിലുള്ള വീട്ടിലെ പിള്ളേരും കൂടി ഉണ്ട് കേട്ടോ. അവിടുന്ന് 2 കുട്ടികളും കൂടി ഉണ്ട്. അപ്പോൾ ആ കുട്ടികളും ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ അവരാണ് ഇപ്പോൾ കൊണ്ടാക്കുക കേട്ടോ. അപ്പോൾ അവരെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് പോണതിൻ്റെ പുലിവാണ് കേട്ടെന്ന്. എത്ര പിള്ളേരുണ്ട് ക്ലാസ്സിൽ? 31 പിള്ളേരുണ്ടെങ്കിലും എന്തായാലും ഫസ്റ്റത്തെ ദിവസം മാത്രം ലീവ് ആയിരുന്ന കുട്ടികള് വണ്ണാള് മാത്രം ലീവ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും 16, 10. ഇത്രയും പിള്ളേരൊക്കെ ലീവ് ഉണ്ടോ? മഴക്കാലം ആയതുകൊണ്ട് പനി ഇതൊക്കെ ആയിട്ടായിരിക്കും. അങ്ങനെ ഇതാ കിച്ചുവിന് കാണാൻ വേണ്ടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ബർത്ത്ഡേ ദിവസമല്ലേ, അപ്പോൾ എന്തായാലും അവർ തിരിച്ച് വരുമ്പോഴത്തേന് നമുക്ക് അവർക്കുള്ള സർപ്രൈസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഇതവർ പോവാൻ റെഡിയായി. അപ്പുറത്തുനിന്ന് അവരുടെ ഫ്രണ്ട്സുകളും അവരൊപ്പൊക്കെ പാടി വന്ന് വണ്ടിയേറ്റില്ലത് ഇത് പോവട്ടെ. ഇനിയിപ്പോൾ ഈ കാറായിട്ട് അവർ സ്കൂൾ ബസ്സിൻ്റെ അവിടെ കൊണ്ടുപോയി ആക്കി കൊടുക്കും. അങ്ങനെ അവർ സ്കൂൾക്ക് പോകും. അങ്ങനെ ഇതാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവർ പോയതിൻ്റെ ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. മക്കളുണ്ട് പോയി കഴിഞ്ഞവരെ ഒരു ഓട്ടാണെന്നുണ്ടെങ്കിൽ അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു മൂകതയാണ് വീടിൻ്റെ ഉള്ളിലിട്ട. കാരണം അതുവരെ അട്ടിമറിഞ്ഞ് കിടന്നിരുന്ന ഒച്ചയും ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ പിന്നെ ഞാനും വീടും മാത്രം ശാന്തമായി എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥ. അങ്ങനെ മക്കൾ പോയി പിന്നെ മുറ്റത്ത് ഇതാ ഞാൻ വെറുതെ ഇച്ചിരി നേരം ഒന്ന് അങ്ങനെ നടന്നതാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് തോർന്നിട്ടുള്ള മാനം കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് 2 പേരൊക്കെ വീണെടുക്കുന്നത് കാണുന്നത്. മറ്റേത് മഴക്കാലമല്ല വെച്ചാൽ ഇതുപോലെ ഫ്രഷ് ആയിട്ട് പേരൊക്കെ വീണ് കിടക്കുമ്പോൾ കിട്ടൂല കേട്ടോ. കാരണം ഈ പേരൊക്കെ നല്ല മധുരമാണ്, നല്ലൊരു സ്മെല്ലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം പഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ പിന്നെ എന്താ പറയുക വവ്വാല നെച്ചക്കന എന്താണ് നെച്ചക്കനല്ല എന്താ വേറെ പേര് പറയുമല്ലോ, അത് കടിക്കും, എന്തായാലും അത് തിന്നും. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടലില്ല. കണ്ണിൽ കണ്ട പാടനെ പൊട്ടിക്കണം, പിന്നെ നോക്കിയാൽ കിട്ടൂല. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് ഞാൻ അകത്തെത്തി. ഇനി മെയിനായിട്ട് ആദ്യം ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, എനിക്ക് ഫസ്റ്റിൽ ഖത്തറിൽ പോക്ക് മുതലേ അഡിഷനായ ഒരു ശീലമുണ്ട്. അത് നാട്ടിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ശീലം എനിക്കിപ്പോൾ മുടക്കാൻ പറ്റാത്ത പോലെ ആയിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു ക്യാപ്പിച്ചീനോ പറഞ്ഞ ഒരു സംഭവം രാവിലെ ഒരു ഗ്ലാസ് ഇത് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. ഞാൻ തന്നെ പറയും എനിക്ക് ഈ ഒരു ശീലം മാറി കിട്ടണം, എന്താ ചെയ്യാന്നുള്ളത്. പക്ഷേ ഇതല്ലെങ്കിൽ പിന്നെ നല്ല ഒരു ഗ്ലാസ് ചൂട് കോഫി, ഇതിൽ രണ്ടൊന്നും എനിക്ക് രാവിലെ മസ്റ്റാണ്. അതാണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം മൊത്തം പട്ടിണി കിടന്നാലും ഒരു കുഴപ്പമില്ലടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് അങ്ങനെ ഒരു സ്വഭാവം? നോമ്പ് സമയത്തൊക്കെ എനിക്ക് രാവിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇതിനുണ്ട്. പക്ഷേ ഞാൻ അത്താഴ സമയത്തെങ്കിലും അത് കുടിച്ചിട്ട് ഞാൻ തന്നെ എന്നൊന്ന് സമാധാനിപ്പിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ എന്തായാലും മാറ്റാൻ പറ്റാത്ത ശീലങ്ങളിൽ എനിക്ക് മാറ്റാൻ പറ്റാത്തൊരു ശീലം ഇതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിലും ഒന്നും പറയോണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. മക്കൾ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു കോഫി ഒരു ഗ്ലാസ് എടുത്തിട്ട് എന്താണ് പറയുക, ഞാൻ എവിടെയെങ്കിലും ഒഴിഞ്ഞൊരു ഭാഗത്ത് പോയിരിക്കും. എന്നിട്ട് കുറച്ച് സമയം നമ്മളെ മൊബൈലൊക്കെ എടുത്ത് റീൽസും വന്ന കമൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി അങ്ങനെ ഇരിക്കൂട്ടാ. ചിലപ്പോൾ ആ ഇരുത്ത് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നെ തന്നെ അങ്ങോട്ട് പിടിച്ചാൽ കിട്ടൂല എന്ന് പറഞ്ഞ പോലത്തെ ഇരുത്തായി മാറും. പിന്നെ പഠിച്ചോനെ എനിക്ക് എന്തോരം പണിയുണ്ട്, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ എന്നുള്ള ഒരു ബോധം തലക്ക് വരുമ്പോൾ അവിടെ നിന്ന് എണീറ്റ് ഓടും. പ്രത്യേകിച്ച് നമുക്ക് ഷൂട്ടും കൂടി ഉള്ള ദിവസമാണ് വെച്ചാൽ പറയും വേണ്ടട്ടാ. എന്നാലും കുറച്ച് സമയം ഞാൻ ഈ ഒരു കോഫിയും പിടിച്ചാണ്ട് ഒരു ഇച്ചിരി സമയം മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ അതൊന്ന് ആസ്വദിച്ച് കുടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് കാണിക്കാനുള്ളത് മക്കളുടെ ബർത്ത്ഡേ സെലിബ്രേഷനും അവർക്ക് ഒരുക്കുന്ന സർപ്രൈസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാടായി പോകും. അപ്പോൾ കാണാൻ നിങ്ങൾക്കും ബോറാവും, എഡിറ്റ് ചെയ്യണ എനിക്കും നല്ല പാടാവും. അപ്പോൾ എന്തായാലും അത് രണ്ടും ഇല്ലാണ്ട് നമുക്ക് അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലെ മോർണിംഗിൻ്റെ വിശേഷങ്ങളും ഒരുക്കങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ പോലെ തന്നെയാണോ എന്നൊക്കെയുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുപോലെ നമ്മുടെ പുതിയ സ്റ്റോറിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ കാണും വരെ അസ്സലാമു.
കൂടെ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടി ഉണ്ട്. ഞാൻ പുറത്ത് പോകാണ്ടി നിൽക്കുകയാണെന്ന് കുറച്ച് കാര്യങ്ങൾ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊന്ന് റെഡി ആവുന്നത് കൂടെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചങ്ങാണ്ട് റെഡി ആയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും ചെയ്യാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ്. ഫിറ്റ്മിയുടെ BB ആണ് കേട്ടോ. അതായത് മൈബ്ലൈനിൻ്റെ ഫിറ്റ്മി BB ന്യൂഡ് ഷെയ്ഡ് വരുന്ന ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുക. എല്ലാവർക്കും അറിയാലോ, ഞാൻ ഫേസ് കാനഡയുടെ BB ക്രീമാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഫൗണ്ടേഷൻ എന്നുള്ള ലെവലിലേക്ക്. ഞാൻ ഫൗണ്ടേഷൻ മുഖത്ത് അപ്ലൈ ചെയ്യാറില്ല. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ടൈം ഒന്ന് നോക്കുകയാണ് ലുക്ക് ഇട്ട. ഇത് ലുക്ക് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് മൈബ്ലൈൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ട് ഞാൻ അങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് ഒരു 3 സംഭവം മാത്രം വെച്ചിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാൻ റെഡി ആവാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഒരൊറ്റ ക്രീം നമ്മളിപ്പോൾ ഫേസിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് നല്ലൊരു ഗ്ലേസിങ് ഉണ്ട് കേട്ടോ. ഫേസിന് മൊത്തത്തിൽ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ചെയ്യാൻ പോണത് എന്താ, ഈ ഒരു മൈബ്ലൈൻ്റെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. മൈബ്ലൈൻ പിന്നെ സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ്. പക്ഷേ നല്ല അത്യാവശ്യം ഡാർക്ക് കളറാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെറുതായിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഒരു ഒറ്റ ഡോട്ടേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇതായിട്ട് കാണിക്കും. അപ്പം ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്തവർക്കാണെന്ന് വെച്ചാൽ ഇനി ജസ്റ്റ് നമുക്കൊന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഫേസിൽ കൊണ്ടുവരണം തോന്നുന്നു വെച്ചാൽ ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് അങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഞാൻ ലിപ് ലൈനറോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ യൂസ് ആക്കാറില്ല. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ലിപ് ലൈനർ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറുമില്ല. അപ്പോൾ അതാ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സംഭവം കേട്ടോ. മസ്കാര മറ്റേ ഇതും മൈബ്ലൈൻ്റെ മസ്കാര തന്നെയാണ്. മൈബ്ലൈൻ്റെ മസ്കാര നമ്മൾ ജസ്റ്റ് ഇതുപോലെ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ. എനിക്ക് മസ്കാര ഒന്നും അല്ലാതെ യൂസ് ആക്കാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ കേട്ടോ. ഞാൻ മസ്കാര ഒന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇത് നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതിൻ്റെ ഒരു ഇത് വന്നപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ ഇടണയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് കുറ്റങ്ങൾ അപാധകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇതിങ്ങനെയല്ല ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഉപയോഗിക്കാറൊന്നും അറിഞ്ഞൂടെ. ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് മാത്രം പറയാം. അല്ലാതെ ഇതിനെക്കുറിച്ചുള്ള ക്വാളിറ്റി എങ്ങനെ സംഭവം എങ്ങനെയാണ് അങ്ങനത്തെ കുറിച്ച് നമുക്ക് പറയാൻ നമ്മൾ ബാധ്യസ്ഥനല്ല. നമുക്കതിനെക്കുറിച്ചുള്ള അറിവില്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന 3 സംഭവങ്ങളാണ് ഇപ്പോൾ പുതുതായിട്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു റിവ്യൂ പറയാൻ തോന്നിയത്. നല്ല റിവ്യൂ പറഞ്ഞാൽ എൻ്റെ ഫേസിന് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു 3 സംഭവമാണിത്. പിന്നെ നമ്മൾ എപ്പോഴും കടന്ന പോലെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കണ്ടിടൽ. പുറത്ത് പോകുമ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ എപ്പോഴും എഴുതുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അവർക്ക് പേഴ്സണലി ലിങ്ക് അയച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓഫർ റേറ്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. വേണ്ടവരാണെന്ന് വെച്ചാൽ വാങ്ങിക്കട്ടെ.